ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് മീ ഫെബറ്റി ബേബി OIT ഇൻസ്ട്രക്ടർ. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഒരു OIT റിലേറ്റഡ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കറിയാലേ, കഴിഞ്ഞ ദിവസം OIT റിസൾട്ട് വന്നു. കുറച്ച് കുട്ടികൾക്കൊക്കെ ലിസണിങ് ആയാലും റീഡിങ് ആയാലും ഒക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ട്രെയിനിങ് എടുക്കുക, അതുപോലെ തന്നെ കറക്റ്റായിട്ട് സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് വേണ്ടി, അതായത് ക്ലബിംഗ് സ്കോറുകളൊക്കെ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ലിസണിങ്ങിൻ്റെ ഞാൻ കുറച്ച് സ്ട്രാറ്റജീസ് പറഞ്ഞു തരാം. വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടാണ് പറയുന്നത്. നിങ്ങൾ എന്നും പറയുന്ന പോലെ ഒരു ബുക്ക്, പേപ്പറൊക്കെ എടുത്തു വെച്ചിട്ട് ഈ സ്ട്രാറ്റജീസ് പറയുന്നത് എഴുതിയെടുത്ത് അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ട്രിപ്സ് എന്ന് പറഞ്ഞാൽ 30 ഗോൾഡൻ സെക്കൻഡ്സ് ആണ്. അതായത് നമ്മൾ ഈ 13 ഗോൾഡൻ സെക്കൻഡ്സ് എന്ന് പറയുന്നത് നമുക്ക് റീഡിങ്ങിനുള്ള ടൈമാണ്. എന്തിന്? ലിസണിങ്ങിൻ്റെ ആദ്യത്തെ പാർട്ട് എ നമുക്ക് ഒരു 13 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 12 ക്വസ്റ്റ്യനാണ് യൂഷ്വലി കാണുന്നത്. ആ 12 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് റീഡ് ചെയ്ത് മനസ്സിലാക്കിയെടുക്കാനുള്ള സമയമാണ്. അപ്പോൾ നിങ്ങളത് വൈസ്ലി ഉപയോഗിക്കുക എന്നതാണ് ആദ്യത്തെ ടിപ്സ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എക്സാം കണ്ടീഷൻസ്. അതായത് നമുക്കറിയാം, നമ്മളൊരു റിയൽ പ്രാക്ടിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ള മനോഭാവത്തിലൂടെ ഓരോ ദിവസവും നിങ്ങൾ ലിസണിങ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂ മിസ്റ്റേക്ക്. നിങ്ങളുടെ മിസ്റ്റേക്കുകളെ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്ത് മനസ്സിലാക്കി എടുക്കുക. നാലാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് അസസ്മെൻറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി എടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സ്കോറ് നിങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതായത് ഓരോ ദിവസവും നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടുന്നു എന്ന് നിങ്ങളൊരു ബുക്കിലോ പേപ്പറിലോ ഒക്കെ എഴുതി വെച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്കോറിനെ എന്ത് ചെയ്യുക, ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കോമൺ മെത്തേഡാണ്. ഓക്കെ, അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ദ സ്ട്രാറ്റജീസ്. അവിടെയാണ് നിങ്ങൾക്കൊരു ട്രെയിനറിൻ്റെ ആവശ്യം വരുന്നത്. സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു നല്ല ട്രെയിനറിൻ്റെ അണ്ടറിൽ നിങ്ങൾ നന്നായിട്ട് ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ സ്ട്രാറ്റജീസ് പറഞ്ഞു തരും. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് നിങ്ങൾ കൃത്യമായിട്ടും അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, ഇനി ആറാമത്തേന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് ദ സ്ട്രാറ്റജീസ്. ഈ സ്ട്രാറ്റജീസ് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, പല ടിപ്സുകളും നമ്മൾ എന്ത് ചെയ്യണം, ഹൈലൈറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം. അതുപോലെ തന്നെ അനലൈസിസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നമ്മുടെ തെറ്റുകൾ അനലൈസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാമെന്ന് നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ട്രെയിനറിനോട് അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു മെൻറ്ററിനോട് അല്ലെങ്കിൽ ടീച്ചറിനോട് ചോദിച്ച് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, ഇനി എട്ടാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ദ സീക്വൻസ്. അതായത് നമുക്കറിയാം, ഓരോ കോൺവെർസേഷനും പലതരം സീക്വൻസിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു സീക്വൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങളത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത ഒരു മെത്തേഡ് നിങ്ങൾക്ക് വരേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത സ്ട്രാറ്റജീസാണ് സമ്മറൈസ് സ്ക്രിപ്റ്റ്. നമ്മൾ ആ 30 സെക്കൻഡിലൂടെ ക്വസ്റ്റ്യൻസ് വായിക്കുന്നതിനോടൊപ്പം തന്നെ ആ ഒരു സ്ക്രിപ്റ്റ് എന്താണ് എന്ന് സമ്മറൈസ് ചെയ്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് സെറ്റാക്കി വെക്കുക. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ ദ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 12 ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ അടുത്ത ഒരു 12 ക്വസ്റ്റ്യൻസ്, അങ്ങനെ 24 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഫോക്കസ് ചെയ്തതുകൊണ്ട് ഇവർ പറയുന്ന ലിസണിങ്ങിൻ്റെ കോൺവെർസേഷൻ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ആൻസറുകൾ കറക്റ്റും ആകും. നിങ്ങൾക്ക് ആ ഒരു കോൺവെർസേഷൻ കേട്ടാൽ തന്നെ വളരെ വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കുവാനും പറ്റും. ഓക്കെ, അടുത്തത് തന്നെ റോൾ പ്ലേ. നമുക്കറിയാം, രണ്ട് പേഴ്സൺസ് സംസാരിക്കുന്ന കോൺവെർസേഷനാണ് നമുക്ക് തരുന്നത്. ഫോർ എക്സാമ്പിൾ, ഡോക്ടർ വിത്ത് ക്ലയൻറ്റ് അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് വിത്ത് പേഷ്യൻറ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനാരിയോ എന്തിനെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത്, അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ലിസൺ ചെയ്ത് ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലിസൺ ടു യുവർ ട്രെയിനർ. നിങ്ങളുടെ ട്രെയിനർ തരുന്ന സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ടിപ്സ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുവാൻ ശ്രമിക്കുക. ഇങ്ങനെ ഇപ്പം നിങ്ങൾ വിചാരിക്കും 1-2 ദിവസം കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ലിസണിങ് കറക്റ്റ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് പാടാണ്. എങ്ങനെയെങ്കിലും നിങ്ങളൊരു 30 ഡേയ്സ് കണ്ടിന്യൂസ് നിങ്ങളൊരു ലിസണിങ് ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഈ ടിപ്സും സ്ട്രാറ്റജീസും നിങ്ങൾ കൃത്യമായിട്ടും പാലിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ലിസണിങ്ങിന് ഒരു 35 എബോവ് സ്കോർ മേടിക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടും ഇതിനകത്ത് ഇല്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞാൻ ഓൾ ദി ബെസ്റ്റ് പറയുന്നു. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ റിസൾട്ട് വന്ന കുട്ടികളൊന്നും വിഷമിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ടിപ്സും സ്ട്രാറ്റജീസും എല്ലാം അപ്ലൈ ചെയ്തുകൊണ്ട് റീഡിങ്ങിനായാലും ലിസണിങ്ങിനായാലും സ്പീക്കിങ്ങിനായാലും റൈറ്റിങ്ങിനായാലും
എന്ത് ചെയ്യുക, നല്ലൊരു ട്രെയിനറിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് ഇനി ഒരു എക്സാം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ലാസ്സുകൾ എടുത്തു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. ദിസ് ഇസ് സൈനിങ് ഓഫ് ഹിയർ ബൈ ടി ബേബി. താങ്ക് യു.